ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ നിലവിളിച്ച് സോണിയാഗാന്ധിയുടെ കാൽക്കൽ വീഴുകയാണ്. ആദ്യം വീണത് മമതാ ബാനർജിയാണ്. സുവേന്ദു അധികാരത്തിൽ വന്നപ്പോൾ ഓടിപ്പിടച്ച് നേരെ സോണിയാഗാന്ധിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിളിച്ച് കാല് പിടിച്ച് ഞാൻ കോൺഗ്രസിൽ ലയിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ ശരത് പവാറും മഹാരാഷ്ട്രയിൽ വേറെ ഗതിയില്ല, ഉദ്ധവിൻ്റെ കൂടെ നിന്ന് ഗതി കെട്ടും. ഇനി കോൺഗ്രസിൽ ലയിച്ചാലെങ്കിലും എന്തെങ്കിലും സ്ഥാനമാനം എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അധികം വൈകാതെ മറ്റ് പല പാർട്ടികളും ഇതുപോലെ ലയിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ ഉദ്ധവ് ഭാഗവും ഇനി അതൊക്കെ തന്നെയായിരിക്കും ഗതിയുള്ളത് എന്നുള്ളത്. ശരിയായ ശിവസേന ഷിൻഡയുടേതാണെന്ന് കോടതി അടക്കം പറഞ്ഞതുമാണ്. DMK ഒടുവിൽ തെറ്റിപ്പിരിയുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയുടെ അവസാനം കണ്ടു. ഇനി ശരത് പവാറും അഭയം തേടി സോണിയാഗാന്ധിയുടെ കാൽക്കലാണ്. ഇത്രയ്ക്ക് ഗതി കെട്ടുമല്ലേ ഇന്ത്യ മുന്നണി? അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പല പല പാർട്ടികളെ ഇപ്പം നല്ല എക്സാമ്പിൾ മമതാ ബാനർജിയുടെ പാർട്ടിയാണ് ബംഗാളിൽ. മമതാ ബാനർജിയിൽ 80 പേരെ ജയിച്ചത്. 80 പേര് ജയിച്ചിട്ട് അവിടെ അസംബ്ലിയിലേക്ക് എത്തിയ സമയത്ത് കൂടെ 20 പേരേ ഉള്ളൂ. 60 പേര് കൊഴിഞ്ഞുപോയി. കാരണം 60 പേരെ സംബന്ധിച്ചും മമതാ ബാനർജിയുടെ അഹങ്കാരത്തോടും അവരുടെ ധിക്കാരത്തോടും അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഒരു സാധാരണ സ്ത്രീക്കോ ഒരു പുരുഷനോ അല്ലെങ്കിൽ മനുഷ്യജീവിക്ക് നിരക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല അവരുടേത്. അത്രയ്ക്ക് അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമാണ്. ഈ അഹങ്കാരത്തെ സ്വാഭാവികമായ രീതിയിൽ അവിടെ ബംഗാൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ്. അവർ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ്. അങ്ങനെയുള്ള മമതാ ബാനർജി സ്വന്തം മരുമകന് ബാനർജിയൊക്കെയാണ്, അഭിഷേക് ബാനർജി, അയാളെ പാർട്ടിയുടെ നേതാവാക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നു. ഇതൊക്കെ ഒരു കുടുംബവാഴ്ചയുടെ ഭാഗമാണ്. ഈ കുടുംബവാഴ്ച തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമമാണ്. അത് സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തെ പോലെ തന്നെയാണ് ഈ പറയുന്ന മമതാ ബാനർജിയുടെ കുടുംബം. മമതാ ബാനർജിക്ക് സ്വന്തം മക്കളില്ല, അവർക്ക് വേറെ ആരുമില്ല, എന്നാൽ പിന്നെ ഒരു മരുമകനായിക്കോട്ടെ എന്നുള്ള മട്ടിലാണ്. അങ്ങനെയുള്ള ആളെ ഭരണത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് അവർക്ക് ഇത്തരത്തിൽപ്പെട്ട വലിയ തിരിച്ചടി അവർക്ക് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് മമതാ ബാനർജിക്ക് ബംഗാൾ രക്ഷയില്ല. ബംഗാൾ ഏകദേശം ഈ പറയുന്ന ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് അവർ കൂടി വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിലെത്താനുള്ള മമതാ ബാനർജിയുടെ നീക്കത്തിനുണ്ടായിട്ടുള്ള തിരിച്ചടിയായിരുന്നു ഇലക്ഷൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള മമതാ ബാനർജിക്ക് ഇവിടെയുള്ള 80 പേര് ജയിച്ചു വന്നു. അവരിൽ 20 പേര് ഒഴിച്ച് ബാക്കി 60 പേരും പോയി. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഒരിക്കലും ബംഗാളിനെ സംബന്ധിച്ച് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വലിയ പതനമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു സീറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെ കോൺഗ്രസിന്. വളരെ ദയനീയ കോൺഗ്രസിന്റെ അവസ്ഥ. ആ കോൺഗ്രസിന് നേതാക്കന്മാരും ഇല്ല. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്താനുള്ള മമതാ ബാനർജിയുടെ സൂത്രപ്പണികളിലൊന്നാണിത്. ഇന്ന് മനസ്സിലാക്കേണ്ടതാണ്, കോൺഗ്രസിനകത്ത് നേതാക്കന്മാരില്ല. അവിടെ 4 അക്ഷരം തികച്ചു വായിക്കാൻ വരുന്നവരാരുമില്ല. ആകെയുള്ള ജയറാം രമേശും എന്തൊക്കെയാണ്. ഇവിടെ നമ്മുടെ ശശി തരൂരിനെ ആണെങ്കിൽ ഒതുക്കി മൂലക്കിട്ടേക്കാണ്. പിന്നുള്ളത് ഒരു മന്ദബുദ്ധിയായിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ കോൺഗ്രസിൽ നേതാക്കന്മാരില്ലാത്തൊരു സാഹചര്യത്തിൽ മമതാ ബാനർജിയെ സംബന്ധിച്ച് തൻ്റെ താൻപോരിമ വെച്ചുകൊണ്ട് സോണിയാഗാന്ധിയേക്കാൾ മേലെ, ഇപ്പോൾ പഴയ കാലത്ത് ധൃതരാഷ്ട്ര ആലിംഗനത്തെ കുറിച്ച് പറയാറുണ്ട്. ധൃതരാഷ്ട്ര ആലിംഗനം നടത്തുന്ന ഒരിക്കലും ധൃതരാഷ്ട്രർക്കറിയാം ഈ സാധനം പൊടിഞ്ഞു പോകുന്നറിയാം. ആരും രക്ഷിക്കാൻ വേണ്ടിയിട്ടോ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. ഈ പറയുന്ന ഭീമസേനെ പൊടിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ധൃതരാഷ്ട്രാലിംഗനം നടത്തിയത്. അത് തിരിച്ചറിഞ്ഞ് കൃഷ്ണൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ പ്രതിമയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് കൊടുക്കണം. അവസാനം പ്രതിമ പോലും പൊടിഞ്ഞു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. സമാനമായുള്ള രീതിയിൽ മമതാ ബാനർജിക്ക് അറിയാം, ഈ പറയുന്ന സോണിയാഗാന്ധിയെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഇന്ത്യ മുന്നണി. നല്ല നിശ്ചയമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് തനിക്കെത്താൻ സാധിക്കണം. കാരണം തനിക്ക് ബംഗാളിലൊരു രക്ഷയില്ല. എന്നാൽ ദേശീയ നേതാവായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അസംബ്ലിയിലേക്ക് അവർ തന്നെ പരാജയപ്പെടുത്തി. അങ്ങനെയുള്ള തനിക്ക് നേതാവാകാൻ വേണ്ടിയിട്ട് മമതാ ബാനർജിയുടെ നടത്തിയ ഒരു സൂത്രപ്പണി മാത്രമായിരുന്നു ആലിംഗനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന്. സമാനം തന്നെയാണ് ശരത് പവാറിന്റെ സംഭവം. ശരത് പവാർ ഒരു കാലത്ത് മഹാരാഷ്ട്രയിൽ കിരീടം വയ്ക്കാത്ത നേതാവായിരുന്നു. വലിയ സ്വാധീനമുള്ള ആള്. ഒരുപക്ഷെ വൈബി ചവാന്റെ രാഷ്ട്രീയ പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വൈബി ചവാന്റെ എന്ത് ബന്ധുവാണ് ഇദ്ദേഹം. വൈബി ചവാൻ കോൺഗ്രസിലെ വലിയ നേതാവായിരുന്നു. കോൺഗ്രസിൽ ഒരുപക്ഷെ ജഗജീവൻ റാമും വൈബി ചവാനുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നെടുന്തൂണുകളായിരിക്കുന്ന രണ്ടുപേര്. പക്ഷെ ഇവര് മനസ്സിലാക്കേണ്ട വസ്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന വൈബി ചവാനെയും അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെയും, ഈ രണ്ടുപേരെയും ഒരേ സമയത്ത് അവിടെ വീട്ടുതടങ്കലാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത്. ഇത് വലിയൊരു പാരമ്പര്യമാണ് ശരിക്കത്. അങ്ങനെയുള്ള ശരത് പവാറിനെ സംബന്ധിച്ച്, ശരത് പവാറിന് അവിടെ മഹാരാഷ്ട്രയിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരിക്കലും ഇനിയിപ്പോൾ BJPയുടെ ഭരണം വന്നു കഴിഞ്ഞു, BJPയുടെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവർക്ക് രക്ഷയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ പഞ്ചസാര മില്ലുകളാണ്. ഇപ്പം നമ്മൾ കർഷക സമരം വന്നിരുന്നു. ആ കർഷക സമരത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാൾ, ഇന്ത്യൻ നേതാക്കന്മാരിലുള്ള ശരത് പവാറാണ്. എന്താ കാരണം? ശരത് പവാറിനാണ് ഏറ്റവും കൂടുതൽ ഗോഡൗണുള്ളത് മഹാരാഷ്ട്രയിൽ ഗോഡൗണിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോഡൗണുകളാണ്.
അങ്ങനെയുള്ള സമ്പന്നനായിരിക്കുന്ന ശരത് പവാർ ഒരു വർഷത്തിൽ 10,000 കോടി റുപ്യയിലധികം വാടക ലഭിക്കുന്ന ആളാണ്. 10,000 കോടി ഒരു വർഷത്തില്. അങ്ങനെയുള്ള സമ്പന്നനായിരിക്കുന്ന ശരത് പവാറിന് ഇനിയിപ്പോൾ സ്വന്തം കൂടെ ആരുമില്ല. കൂടെ അദ്ദേഹത്തിന്റെ മകൾ എന്ന് സുപ്രിയ എന്നുണ്ട് അവരുടെ പേര്, അതെ. അവരുണ്ട്. പിന്നെ മരുമകനായിരിക്കുന്ന ആണ് ഇയാള് മറ്റേ അജിത് പവാർ. അദ്ദേഹം ചാടി അപ്പുറത്തേക്ക് പോയി, ഷിൻഡെ ഗ്രൂപ്പുമായിട്ട് സഖ്യത്തിലെത്തി, അത് അല്ലെങ്കിൽ മരിച്ചുപോയി. BJP ആയിട്ട് സഖ്യത്തിലെത്തി. അങ്ങനെ ആരും കൂടെയില്ല. കൂടെയുള്ള ആകെ ഇനിയിപ്പോൾ മകള് കൂടെയുണ്ട്, ബാക്കി വേറെ ആരൊക്കെ ബന്ധുക്കൾ ആരണ്ടൊക്കെ കൂടെയുണ്ട്. ബാക്കി പാർട്ടിയിൽ ആരുമില്ല. ഈ കുടുംബാധിപത്യത്തിന് പോലും മഹാരാഷ്ട്രയിൽ അന്ത്യം കുറിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് ശരത് പവാർ തിരിച്ചറിയുന്നുണ്ട്. രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിനറിയാം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുണ്ട്. വലിയൊരു രോഗം ബാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖം പോലും വളരെ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ശരത് പവാറിന് സ്വന്തം നാളുകൾ എണ്ണപ്പെട്ട കാര്യങ്ങളുടെ വസ്തുതകൾ തിരിച്ചറിയാവുന്നുണ്ട്. ഇനി അവസാന നാളുകളിലെങ്കിലും അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ കീഴില്, കോൺഗ്രസിലാണ് താനെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നേതാക്കന്മാരില്ല, രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയുണ്ടെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ആ നിലയ്ക്ക് അത്യാവശ്യം രാഷ്ട്രീയ ബുദ്ധിയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയത്തിൽ, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ചാണക്യനായിട്ട് ഒരു കാലത്ത് അറിയപ്പെട്ട ശരത് പവാർ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തൻ്റെ തറവാട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കോൺഗ്രസ് യാത്ര കാണാൻ സാധിക്കും. ഏതാണെങ്കിലും അദ്ദേഹമല്ല ആരെല്ലാം ചെന്നാലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിന് പതനമുണ്ടായി എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ എക്സാമ്പിൾ. തമിഴ്നാട് ഇവർ ആരുടെ കൂടെ ഉണ്ടായിരുന്നത്? DMKയുടെ കൂടെയാണ്. അതെ. ഇലക്ഷൻ മത്സരിച്ചു, ജയിച്ചു, 5 സീറ്റാണ് കിട്ടിയത്. 5 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്ത്? പുറംകാല് വെച്ചിട്ട് തൻ്റെ സഖ്യകക്ഷിയായിരിക്കുന്ന DMK ചവിട്ടി പുറത്താക്കി. ദീർഘകാലത്ത് 2.5 പതിറ്റാണ്ട് 3 പതിറ്റാണ്ടുകളുടെ സഖ്യമുണ്ടായിരുന്ന DMK, ആ DMK ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ഈ പറയുന്ന ജോസഫ് വിജയുടെ കൂടെ സഖ്യത്തിലേർപ്പെട്ടു. അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റാലിനെ വേദനിപ്പിച്ചത്. അതാണ് സ്റ്റാലിൻ പറയുന്നത്, ഇവരെനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു, എന്നെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. എന്താ കാര്യം? 2 മന്ത്രിസ്ഥാനം കിട്ടും. കാരണം കോൺഗ്രസ്സുകാർക്ക് മന്ത്രിസ്ഥാനമില്ല, ജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വേറെ മന്ത്രിസ്ഥാനമില്ല. ഇപ്പൊ കേരളത്തിലുണ്ട്, മറ്റേ കർണാടകത്തിലുണ്ട്, ഇനി തമിഴ്നാട്ടിലും കൂടി ഇല്ലെങ്കിൽ രക്ഷയില്ല. ആന്ധ്രാപ്രദേശ് ഏകദേശം കട്ടപ്പുകയായി, മഹാരാഷ്ട്രയില്ല, മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ബംഗാളും ബീഹാറും ഒറീസയും എല്ലാം കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവശേഷിക്കുന്ന സ്ഥലം നിലയിലേക്ക് വിജയുടെ കൂടെ നിന്നുകൊണ്ട് 2 മന്ത്രി, വിജയ്ക്ക് ആ ഒരു പ്രവർത്തന പരിചയമൊന്നുമില്ല, ഭരണപരിചയം അദ്ദേഹത്തിനില്ല. അങ്ങനെ ഭരണപരിചയം ഇല്ലാത്ത ഒരാളുടെ കൂടെ നിന്നാൽ തങ്ങൾക്ക് പരമാവധി മോഷ്ടിച്ച് പണമുണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ്, അവിടെയാണ് കോൺഗ്രസ്സുകാരൻ്റെ വ്യത്യാസം. അങ്ങനെയാണ് കോൺഗ്രസ്സുകാരൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് സാധനം ഈ ആരോ പറയുന്ന ഒരു കടലെന്താണ്, കടലാടി എന്താണ് തിരിച്ചറിയാൻ പാടില്ലാത്ത ആള്, ആട്ടും കാട്ടും കൂർക്കിഴങ്ങും തിരിച്ചറിയാൻ പാടില്ലാത്ത ആള്, അദ്ദേഹത്തോട് പറഞ്ഞ് നമുക്ക് 2 മന്ത്രിസ്ഥാനം കിട്ടും. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഓ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വരുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരുന്ന സമയത്ത് പോലും രാഹുൽ ഗാന്ധിക്ക് സത്യസന്ധമായിട്ട് തിരിച്ചറിയില്ല അവിടെ എന്താണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൂടാ. അങ്ങനെ തങ്ങളുടെ കൂടെ ദീർഘകാലമായി ഉണ്ടായിരുന്ന ഈ പറയുന്ന DMK ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ജോസഫ് വിജയുടെ കൂടെ പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തടസ്സം. അതുകൊണ്ട് ഇന്ത്യ മുന്നണി സത്യത്തിൽ ആർക്കും വിശ്വാസവുമില്ല. അതിനകത്ത് ഇപ്പോൾ പലരും ലയിച്ചേക്കാം, വേണമെങ്കിൽ ഉദ്ധവ് താക്കറെ നാളെ വേണേൽ ലയിച്ചേക്കാം. കാരണം അവർക്കൊന്നും സ്വന്തം നിലനിൽപ്പില്ലാത്തവരാണ്. കാരണം അത്യാവശ്യം ശിവസേനക്കാരെല്ലാവരും ഷിൻഡെ ഗ്രൂപ്പിൻ്റെ കൂടെ പോയി. സാധാരണ തൊഴിലാളിയാണ് ഷിൻഡെ എന്ന് പറയുന്ന ആള്. ആ സാധാരണ തൊഴിലാളിയായിരിക്കുന്ന ഷിൻഡെയുടെ കൂടെ പോയിട്ട് ഈ പറയുന്ന കുടുംബാധിപത്യങ്ങൾ കേൾക്കുന്ന തിരിച്ചടിയാണ് എല്ലാ ദിക്കിലും. എല്ലാ സ്ഥലത്തും കുടുംബാധിപത്യം തകരുകയാണ്. അത് തമിഴ്നാട്ടിലാണ് തകരുന്നുണ്ട്, അത് കർണാടകത്തിലാണ് തകരുന്നുണ്ട്, അത് മഹാരാഷ്ട്രയിലാണ് തകരുന്നുണ്ട്, മധ്യപ്രദേശിൽ തകരുന്നുണ്ട്, ഡൽഹിയിൽ തകരുന്നുണ്ട്, അത് കൽക്കട്ടയിൽ തകരുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും കുടുംബാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. അങ്ങനെ വരുന്ന സമയത്ത് കുടുംബാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം തമ്മിൽ യോജിക്കുന്നതും അതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ്. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഈ കേരളത്തിൽ ഈ മാണി ഗ്രൂപ്പുകാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ലയിക്കാം, കോൺഗ്രസ് ലയിക്കാം. കാരണം കെ എം മാണിയുടെ മകനായിട്ട് ജോസ് കെ മാണി, അതുപോലെ ജോസഫിൻ്റെ മകനായിട്ടുള്ള അബു എന്ന് തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ RSP ഒക്കെ ഉണ്ട്. RSPയിലാണ് ബേബി ജോൺ മരിച്ചു കഴിഞ്ഞപ്പോൾ ഷിബു വിജോൺ ആയിരിക്കുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചാൽ മക്കൾ പ്രസ്ഥാനത്തിന് നേതൃത്വത്തിലേക്ക് എത്തുന്ന എല്ലാ പ്രസ്ഥാനത്തിനും ഇന്ത്യ മുന്നണിയിലേക്ക് വലിയ സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ വരുന്ന സമയത്ത് നാടിന് പ്രയോജനം ഉണ്ടാവില്ല, പക്ഷെ അവർ കുടുംബത്തിന് പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ശരത് പവാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനവും അതേപോലെ തന്നെ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രവേശനവും ഞാൻ നോക്കിക്കാണുന്നത് ഈ ഒരു നിലയ്ക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ
വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.